ഇന്ന് നമ്മൾ നോക്കുന്നത് ഡീമൺ സ്ലെയർ എന്ന ജാപ്പനീസ് എനിമി ടി.വി. സീരീസിന്റെ സീസൺ 2 9ാമത്തെ എപ്പിസോഡാണ്. സോ ഗൈസ്, നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്പിസോഡ് തുറക്കുന്നത് തന്നെ ഇനോട്സ് കുണായി വെച്ച് അറ്റാക്ക് ചെയ്യാണ്. ബ്ലഡ് ഡീമൺ ആർട്ട് യൂസ് ചെയ്ത് ആ ഡീമൺ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനോടകം ടെൻകൻ അതിന്റെ 2 കാല് വെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ കാല് അതിന് റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നോക്കുന്ന സമയത്ത് ഒരു കുണായി അതിന്റെ കഴുത്തിൽ കുത്തി തറച്ചു വെച്ചിട്ടുണ്ട്. അതിൽ വിസ്റ്റീരിയ പൂ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അതിന്റെ കാൽ റീജനറേറ്റ് ചെയ്യാൻ അതിന് പറ്റുന്നില്ല. ഇതേ സമയമാണ് ടാഞ്ചർ ഓടി വന്ന് ആ ഡീമന്റെ തല വെട്ടോടാന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ടെൻകൻ ഇപ്പോ അവന്റെ കൂടെയുള്ള ആളുകളൊക്കെ മരിച്ചതുകൊണ്ട് ഇപ്പൊ അവരുടെ കല്ലറയുടെ അടുത്ത് പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇപ്പൊ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഇത് കുടിക്കാമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ സാക്കിയാവ് അതിന്റെ മുകളിലൂടെ ഒഴിക്കുവാണ്. എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ അത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഫ്റ്റർ ലൈഫിൽ അവിടെ ഇരുന്ന് ഇതെല്ലാം കുടിക്കാമെന്ന് പറഞ്ഞ് ആ കല്ലറയുടെ മുമ്പിൽ തന്നെ ഇരുന്നുകൊണ്ട് അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ വൈഫെല്ലാം അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ഫുഡ് കഴിക്കുന്നില്ലേ, നിങ്ങളും കഴിക്കുന്നു പറഞ്ഞ് ടെൻകൻ പറയുന്നു. ഇതേ സമയം ഇനോട്സു മരിച്ചു പോയവരെ പറ്റി ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ടെൻകനോട് ചോദിക്കുന്നു. ടെൻകൻ പറയുവാണ്, ഞാൻ ഇപ്പോഴും അവരെ പറ്റി ആലോചിക്കാറുണ്ട്. എന്റെ സ്വന്തം നാട് വിട്ട് നമ്മളെല്ലാവരും ഇങ്ങോട്ട് വന്നത് വളരെയധികം കഷ്ടമായല്ലേ, അതൊക്കെ ഇന്നലെ നടന്നതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഈ ഫുഡെല്ലാം വളരെ നന്നായിട്ടുണ്ടല്ലോ, നല്ല രുചിയുണ്ടെന്ന് പറഞ്ഞ് ടോപ്പിക്ക് മാറ്റുവാണ് ടെൻകൻ. അങ്ങനെ ടെൻകൻ അവരോട് ഫുഡ് കഴിക്കാൻ പറയുന്നു. അവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചു നോക്കിയ സുമ ഇത് വളരെയധികം നന്നായിട്ടുണ്ടല്ലോ എന്ന് ഉറക്ക ശബ്ദത്തിൽ പറയുവാണ്. ഇത് കേട്ട് മാക്കിയോ, നീ പെണ്ണല്ലേ, നീ എന്തിനാ എത്ര ശബ്ദത്തിൽ ഒച്ച ഉണ്ടാക്കുന്നത്, ഒന്ന് പതുക്കെ പറഞ്ഞൂടെ എന്ന് പറഞ്ഞ് അതിനേക്കാൾ ശബ്ദത്തിൽ അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സൂമിയാണെങ്കിൽ വളരെയധികം ഇൻഡസെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നരകത്തിലായിരിക്കുമല്ലോ പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ടെൻകൻ ചിന്തിക്കുന്നു. എന്നാൽ ടെൻകൻ അത് വാ തുറന്ന് പറയുവാണ്. അവരെല്ലാവരും കേൾക്കുന്നു. അവരെല്ലാം തന്നെ ടെൻകനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ടെൻകൻ, അയ്യോ ഞാനത് ഒച്ചത്തിൽ പറഞ്ഞല്ലേ, നിങ്ങൾ കേട്ടല്ലേ, എന്തായാലും ഞാൻ ഒരുപാടധികം തെറ്റ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ഞാൻ നരകത്തിൽ തന്നെയായിരിക്കും പോവാ എന്ന് ടെൻകൻ പറയുന്നു. എന്തായാലും ജീവനോടിരിക്കുന്ന കാലം വരെ തന്നെ ഞാൻ എന്റെ കൂടപ്പിറപ്പുകൾ ചെയ്ത തെറ്റിന് പോലും പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് ടെൻകൻ പറയുന്ന സമയത്ത് അങ്ങോട്ടൊരു കാറ്റ് വീശുന്നു. ഇതേ സമയം തന്നെ അവരുടെ മുകളിലുണ്ടായിരുന്ന ഒരു മരത്തിൽ നിന്നും ഒരുപാടധികം പൂക്കൾ താഴോട്ട് വീഴുന്നു. അതിലൊരു പൂ ഇനോട്സുവിന്റെ തലയിൽ വീഴുന്നുണ്ട്. ഇത് കണ്ട് ടെൻകൻ ഇനോട്സുവിന്റെ തലയിൽ നിന്നും ആ പൂവ് എടുക്കുന്നു. എന്നാൽ ഇതേ സമയം മാക്കിയോ അവിടെ കടന്നിരുന്ന പൂവൊക്കെ വാരിയിട്ട് തലയിൽ വെച്ച് എന്റെ തലയിലും പൂവുണ്ട്, ഇതൊക്കെ എടുത്തുക എന്ന് പറയുന്നു. അങ്ങനെ ഇനോട്സു ടെൻകനോട് എന്റെ തലയിൽ നിന്ന് എടുത്ത പൂ എനിക്ക് തിരിച്ചു തരൂ എന്ന് ചോദിക്കുന്നു. എന്നാ ടെൻകൻ പറയുന്നു, ഇവിടെ ഒരുപാടധികം പൂക്കൾ കിടക്കുന്നുണ്ടല്ലോ, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നും എടുത്താൽ പോരെ എന്ന്. എന്നാൽ ഇനോട്സു അതൊന്നും പറ്റില്ല, എനിക്ക് ആ പൂ തന്നെ വേണോ എന്ന് പറയുന്നു. ടെൻകൻ ആ പൂ ഇനോട്സുന് കൊടുക്കുന്നു. എന്നാൽ ഇത് അപ്പുറത്തിരുന്ന് രണ്ടുപേരും കാണുന്നുണ്ട്. രണ്ടുപേരും അവൾക്ക് എന്തോ ലവ് കൊടുത്ത പോലെ, അവളോട് എന്തോ കൂടുതൽ സ്നേഹമുള്ള പോലെ ഞങ്ങൾക്കും വേണം പൂവെന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ 2 ഭാര്യമാരും 3 ഭാര്യമാരൊക്കെ ഉണ്ടായുള്ള കുഴപ്പം. പക്ഷെ കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അങ്ങനെ വീണ്ടും പ്രസന്റില് ടെൻകനും ടാഞ്ചറോയും ആ ഡീമൺ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആ ഡീമന്റെ തലപ്പ് വെട്ടോടാന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ ആ ഡീമണ് വീണ്ടും കാലുകൾ വരുന്നു. ആ ഡീമൺ തന്റെ ബ്ലഡ് ഡീമൺ ആയിട്ട് യൂസ് ചെയ്ത് ടാഞ്ചറോയും ടെൻകനെയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ ആരുടെങ്കിലും മേത്ത് ചെറുതായിട്ടൊരു മുറിവുണ്ടായാൽ പോലും വളരെയധികം പോയിസൺ ശരീരത്തിൽ കയറുന്നത് കൊണ്ട് ടാഞ്ചറോനോട് ടെൻകൻ മാറി നിൽക്കാൻ പറയുന്നു. അങ്ങനെ ടെൻകൻ ടാഞ്ചറോയെ അവിടെ നിന്നും തള്ളി മാറ്റുവാണ്. ഇതേ സമയം തന്നെ ആ ഡീമന്റെ ബ്ലഡ് ഡീമൺ ആയിട്ട് തകർക്കാൻ വേണ്ടി ടെൻകനും തന്റെ പവേഴ്സ് യൂസ് ചെയ്ത് വളരെ ഫാസ്റ്റ്ലി തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഫൈറ്റ് എല്ലാം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ടെൻകന്റെ മുമ്പിൽ ഇപ്പൊ ആ ഡീമനെ കാണാനില്ല. എവിടെ പോയടാ ഇപ്പൊ ഇവൻ ഇന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ടെൻകന്റെ പുറകിലൂടെ ഇപ്പൊ അതാ ബെൽറ്റ് ഡീമന്റെ ബെൽറ്റ് വരുന്നു. ഇത് കണ്ട് അപ്പുറം നിന്നു ഇനോട്സു. നോക്ക്, ശ്രദ്ധിച്ച് നോക്ക്, പുറകിലൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് തന്നെ ടെൻകൻ ഇനോട്സുനെ നോക്കുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ഇനോട്സുവിന്റെ വായ വന്ന് പൊത്തിയിട്ടുണ്ടായിരുന്നു. ആ ബ്രദർ ഡീമൺ, ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ അറ്റാക്ക് ചെയ്യും എന്ന് ആ ഡീമൺ ചോദിക്കുന്നു. ഇതേ സമയം ടെൻകൻ ഇനോട്സു എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതേ സമയം ഇനോട്സുനെ രക്ഷിക്കാൻ പോകണമെന്ന് ടെൻകൻ ഉണ്ടെങ്കിലും ഡാക്കി വന്നുകൊണ്ട് ഇനോട്സുനെ തടയുവാണ്. ടെൻകനെ കൊണ്ട് ഇനോട്സുനെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പോഴാണ് വേറൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഒരുപാടധികം ഡ്രാഗൺ ഫ്ലൈസ് അവിടെ പാറി കടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് സൂമ, ഹായ് ഡ്രാഗൺ ഫ്ലൈസ്, ഞാൻ ഇതുപോലെ ഒരു നാൾ പറക്കുമെന്ന് പറഞ്ഞ് ആ ഡ്രാഗൺ ഫ്ലൈസിനെ തന്നെ നോക്കിയിരിക്കുന്നു. ഇത് കണ്ട് മാക്കി പറയുന്നു, നീ ഈ മണ്ടത്തരം പറയുന്ന ഒന്ന് നിർത്തുവോ എന്ന് സുമ പറയുന്നു. ഞാൻ മണ്ടത്തരം ഒന്നുമല്ല പറഞ്ഞ്, എനിക്ക് എന്തായാലും ഒരു നാൾ ഇതേപോലെ പറക്കാൻ പറ്റുമെന്ന് സുമ പറയുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും അടി കൂടുന്ന കണ്ടിട്ട് അപ്പുറം നിന്നും ഇനോട്സു ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇനോട്സു പറയുന്നു, നമ്മൾ എങ്ങനെയെങ്കിലും ഒരു അപ്പർ മൂൺ ഡീമണെ കൊന്നതിന് ശേഷം നമ്മളുടെ ഈ ജീവിതം മാറ്റിവെക്കുക. ഏതെങ്കിലും ആൾക്കാരൊന്നും ഇല്ലാത്ത, നമ്മളെ ആരും അറിയാത്ത, ആരും തിരിച്ചറിയാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് നോർമൽ ആയിട്ടൊരു ജീവിതം ആസ്വദിക്കണം. നമ്മൾ 4 പേരും കൂടി ചേർന്ന് വളരെ ജോലിയായിട്ട് സന്തോഷത്തോടെ കഴിയണം. നമ്മൾ ഒരുപാടധികം തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെല്ലാം തന്നെ പ്രായച്ചിട്ടെന്നോളം ഒരുപാട് ആളുകളെ നമ്മൾ സഹായിക്കണം. പക്ഷേ അങ്ങനെ ഒരു ദിവസം വരുന്ന സമയത്ത് നമ്മളിൽ ആരെങ്കിലും ഒരാൾ തീർച്ചയായിട്ടും ഉണ്ടാവില്ല ഈ ലോകത്ത് എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും പ്രസന്റ് എന്നെ കാണിക്കുന്നു. ഹിനോട്സു മരിക്കാൻ പാടില്ല, ഹിനോട്സു എന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ടെൻകൻ. ഇതേ സമയം തന്നെ ടാഞ്ചറോ ആ കാഴ്ച കാണുന്നു. ഇനോട്സുനേതാ ആ ഡീമൺ പിടിച്ചു വെച്ചിരിക്കുന്നു. ഞാനൊരിക്കലും ഇനി ഒരു കഴിവില്ലാത്തവനാവരുത്. ഇതുവരെ എന്നെ മറ്റുള്ളവരാണ് രക്ഷിച്ചത്, എനിക്കും ആരെങ്കിലും ഒക്കെ
രക്ഷിച്ചേ പറ്റുള്ളൂ. എൻ്റെ മുമ്പിൽ ഇനി ഒരിക്കലും ഒരു ഡീമൺ കാരണം ഒരു മനുഷ്യൻ പോലും മരിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും എനിക്ക് അവളെ രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവളെ രക്ഷിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ടാൻജറോ. എന്നാൽ ഇതേ സമയം തന്നെ ഡാക്കി വന്നുകൊണ്ട് അവളുടെ ബെൽറ്റ് യൂസ് ചെയ്ത് ടാൻജറോയെ അറ്റാക്ക് ചെയ്യുന്നു. ടാൻജറോ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നുണ്ട്. എങ്ങനെ എനിക്ക് അവളെ രക്ഷിക്കാൻ പറ്റും? ആ ഡീമൺ ഒരിക്കൽ പോലും വിചാരിക്കാത്ത മൂവ് വേണം എനിക്ക് നടത്താൻ. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇനോഗാമി കാഗുറ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ ടാൻജറോക്ക് അതിന് പറ്റുന്നില്ല. ഇനി ഒരിക്കലും എന്റെ കൺമുൻപിൽ വെച്ച് ആരും മരിക്കരുത്. ആലോചിക്ക് ടാൻജറോ, എന്ത് ചെയ്യും? ആലോചിക്ക് ടാൻജറോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡീമൺ ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള സ്പീഡിൽ ടാൻജറോ പോയി ഇനോട്സുവിനെ രക്ഷിക്കുന്നു. ഈ പയ്യനെ കൊണ്ട് ഒരിക്കലും ഇതുപോലെ ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് നടത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവന്റെ ബോഡി മൂവ്മെന്റ്സ് എല്ലാം കാണുമ്പോൾ തന്നെ ഇനി ഒരിക്കലും അവൻക്ക് ഇതുപോലെ ഒരു മൂവ്മെന്റ് നടത്താൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരു പ്രാവശ്യം ആരെ കൊണ്ടും പറ്റും എന്ന് ആ ഡീമൺ ചിന്തിക്കുന്നു. ഇതേ സമയം തന്നെ ടാൻജറോ അവിടെ ചെയ്തത് ഹിനോഗാമി കാഗുറയും വാട്ടർ ബ്രീത്തിങ് കൂടി ഒരുമിച്ച് യൂസ് ചെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻക്ക് അവന്റെ അറ്റാക്ക് വളരെയധികം പവർഫുൾ ആക്കാനും പറ്റും. അതുപോലെ കുറെ നേരത്തേക്ക് അത് നിലനിർത്താനും സാധിക്കും. ഇവനെ പോലെ തന്നെയാണ് സൺ ബ്രീത്തിങ്ങിൽ നിന്നാണല്ലോ എല്ലാ ബ്രീത്തിങ് സ്റ്റൈൽസും ഉണ്ടായത്. പക്ഷേ അതെല്ലാം തന്നെ സൺ ബ്രീത്തിങ് യൂസ് ചെയ്യാൻ അത്രയ്ക്ക് നന്നായിട്ട് പറ്റാത്ത ആളുകൾ അവർക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ യൂസ് ചെയ്തിട്ടാണ് ഓരോ ബ്രീത്തിങ് സ്റ്റൈൽസും കണ്ടുപിടിച്ചത്. മാസ്റ്റർ ഉറോക്കഡാക്കിയും എനിക്ക് പറഞ്ഞു തന്നത് ഇതേ കാര്യമാണ്. കുറച്ച് വെള്ളം ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അതേ പാത്രത്തിന്റെ വലുപ്പത്തിൽ അതേ പാത്രത്തിന്റെ ഷേപ്പിലായിട്ട് മാറും ആ വെള്ളം. ടോമിയോക്കോന്റെ പോലെ അത്രയധികം പവർഫുൾ ആയിട്ട് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഉറോക്കഡാക്കി എനിക്ക് പഠിപ്പിച്ചു തന്നത് ഒരിക്കലും വെറുതെ ആവാൻ പാടില്ല എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ആ ഡീമൺ ടാൻജറോയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. എന്നാൽ ടാൻജറോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ടാൻജറോക്ക് അധികം പറ്റുന്നില്ല. ടാൻജറോ കമാഡോ വളരെയധികം നന്ദിയുണ്ടാ എന്നും പറഞ്ഞുകൊണ്ട് പുറയിൽ നിന്ന് നമ്മുടെ ടെൻകൻ വരുന്നു. അങ്ങനെ ടെൻകൻ ആ ഡീമന്റെ കഴുത്ത് ഇപ്പൊ വെട്ടൂടാന്നും പറഞ്ഞ് നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്ത് നമ്മുടെ ഇനോസ്കിയും സെനിറ്റ്സോയും ആ ബെൽറ്റ് ഡീമനുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതുവരെയും അവർക്ക് ആ ഡീമന്റെ കഴുത്തിന്റെ അടുത്ത് എത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്ന് ഇനോസ്കി ഇതേ സമയം കാണുവാണ് ടെൻകൻ ആ ഡീമന്റെ കഴുത്ത് വെട്ടാൻ പോകുന്നത്. നമ്മൾ വളരെയധികം വൈകിപ്പോയി. എത്രയും പെട്ടെന്ന് ഡാക്കിയുടെ തലയും വെട്ടിയാലേ രണ്ട് ഡീമനും മരിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഇനോസ്കി ചിന്തിക്കുന്നു. ഇനോസ്കി സെനിറ്റ്സോനോട് പറയുന്നു, നമ്മൾ ഇതിന്റെ അറ്റാക്കിൽ നിന്നും എത്ര നേരം വേണമെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇങ്ങനെ രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല, ഇങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഈ ഡീമന്റെ തല വെട്ടണം. അതിനുവേണ്ടി ഒരേ ഒരു പ്ലാൻ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ആ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡീമന്റെ തല വെട്ടുക എന്നുള്ളതാണ് എന്ന് ഇനോസ്കി പറയുന്നു. ഇത് കേട്ട് സെനിറ്റ്സോ, അതിലൊരു നല്ലൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഷീൽഡ് പോലെ ഞാൻ നിനക്ക് പ്രൊട്ടക്ഷൻ തരാം. നീ എത്രയും പെട്ടെന്ന് മുന്നിൽ വരുന്നത് ഒന്നും നോക്കാതെ ആ ഡീമന്റെ തല വെട്ടാൻ വേണ്ടി പൊക്കോ. നിന്റെ മുമ്പിൽ എന്തൊക്കെ വരുന്നുണ്ടോ അതെല്ലാം തന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് സെനിറ്റ്സോ പറയുന്നു. ഇത് കേട്ട് ഇനോസ്കി, ഡേയ് സെനിറ്റ്സോ, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുമല്ലേ? നിന്നെ കണ്ട ഇപ്പൊ വേറൊരാളായ പോലെ തോന്നുന്നുണ്ടെന്ന് ഇനോസ്കി സെനിറ്റ്സോനെ നോക്കി പറയുന്നു. ഇതേ സമയം ടാൻജറോയും ടെൻകനും രണ്ട് സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ ഡീമൺ രണ്ട് സൈഡും പിടിച്ചു നിർത്തുവാണ്. എന്നാൽ ടെൻകന്റെ കയ്യിൽ രണ്ട് വാളുള്ളത് കൊണ്ട് തന്നെ ഒരു വാൾ ഉപയോഗിച്ച് ആ ഡീമന്റെ തല കുത്തി പൊട്ടിക്കാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ ഡീമൺ തല തിരിച്ച് തന്റെ തല പുറകോട്ടാക്കി കടിച്ചു പിടിക്കുകയാണ് ആ സ്പോഡ്. ഇതേ സമയം തന്നെ ആ ഡീമൺ തന്റെ ബ്ലഡ് ഡീമൺ ആയിട്ട് യൂസ് ചെയ്ത് ടാൻജറോയും ടെൻകനെയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ടെൻകൻ പറയുന്നു, ഇത്ര അടുത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് അത് അതിന്റെ ബ്ലഡ് ഡീമൺ ആയിട്ട് യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും അത് നമ്മളെ മേത്ത് തട്ടും. അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരിക്കും. ടാൻജറോ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാന്ന് പറഞ്ഞ് ടാൻജറോട് പറയുന്നു. ഇതേ സമയം തന്നെ ഇനോട്സു ടാൻജറോയെ വലിച്ച് പുറകോട്ട് വിളിക്കുന്നു. എന്നാൽ ടെൻകൻ ആ ഡീമണുമായിട്ട് താഴോട്ട് ചാടുന്നു. പെട്ടെന്ന് തന്നെ അവിടെ വലിയൊരു ബ്ലാസ്റ്റ് നടക്കുവാണ്. ഇതേ സമയം പുറകിൽ നിന്നും ഹേയ് സൂക്ഷിക്കട എന്ന് ഇനോസ്കി പറയുന്നത് ടാൻജറോ കേൾക്കുന്നു. നോക്കുന്ന സമയത്ത് ഇനോസ്കിയും സെനിറ്റ്സോയും അവിടെ കടന്ന് മാരകമായിട്ടുള്ള ഫൈറ്റിംഗിലാണ്. നോക്കുന്ന സമയത്ത് ആ ഡീമന്റെ ബെൽറ്റ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ്. അതിൽ നിന്നും ഇനോസ്കിയും സെനിറ്റ്സോയും ഇവരെ രക്ഷിക്കുന്നുണ്ട്. സെനിറ്റ്സോ ടാൻജറോട് പറയുന്നു, നമ്മൾ രണ്ടുപേരും ഇനോസ്കിക്ക് ഒരു പ്രൊട്ടക്ഷൻ, ഒരു ഷീൽഡ് പോലെ നിന്നു കൊടുക്കാം. അങ്ങനെ ഇനോസ്കി ഈ ഡീമന്റെ തല വെട്ടിയതിനു ശേഷം നമുക്ക് 3 പേർക്കും കൂടി പോയി ടെൻകനെ സഹായിക്കാമെന്ന് പറയുന്നു. ഇത് കേട്ട് ടാൻജറോ, ടെൻകന് ഞാൻ തന്നെ ഒരു ശല്യമാവുന്നുണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ട് നമുക്ക് 3 പേർക്കും ആദ്യം ഈ ഡീമനെ നോക്കാം, പിന്നീട് ടെൻകനെ സഹായിക്കാം എന്നുള്ളൊരു സ്കീമിൽ നിൽക്കുവാണ്. ഇതേ സമയം തന്നെ ഇനോട്സുനെ ആക്രമിക്കാൻ വേണ്ടി വരുവാണ് ഡാക്കിയുടെ ആ ബെൽറ്റ്. ടാൻജറോ പെട്ടെന്ന് തിരിഞ്ഞു നോക്ക്, അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും ആ ബെൽറ്റ് അവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. എന്നാൽ അതിൽ നിന്ന് നമ്മുടെ സെനിറ്റ്സോയും ടാൻജറോയും അവളെ രക്ഷിക്കുന്നു. അങ്ങനെ അവൾ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഇതേ സമയം തന്നെ ടാൻജറോ, ഇനോസ്കി, സെനിറ്റ്സോ അവർ 3 പേരും ആ ഡീമൺ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെ 3 പേരെയും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ഡാക്കി ഡീമൺ ഇവരെ 3 പേരെയും നോക്കി പറയുന്നു. ഇത് കേട്ട് ടെൻഷനായി ഇനോസ്കി, ഞങ്ങൾ 3 പേരും ഇവിടെ വളരെയധികം ട്രെയിനിങ് എടുത്തത് നിന്നെ കൊല്ലാനാണ്. തീർച്ചയായിട്ടും നിന്നെ കൊന്നിട്ടേ ഇവിടെ നിന്ന് പോവുള്ളൂ എന്ന് ഇനോസ്കി പറയുന്നു. ഇതേ സമയം തന്നെ ഇനോസ്കി ആ ഡീമന്റെ തല വെട്ടാൻ വേണ്ടി മുമ്പിലോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ടാൻജറോ പുറകിൽ നിന്നും വിളിച്ചു പറയുന്നു, ഇനോസ്കി, ആ ഡീമന്റെ തല വളരെയധികം സോഫ്റ്റ് ആണ്, അതുകൊണ്ട് ഒരു വാൾ യൂസ് ചെയ്ത് അത് വെട്ടാൻ വേണ്ടി സാധിക്കില്ലെന്ന്. എന്നാൽ ഇത് ആൾറെഡി തന്നെ ഇനോസ്കിക്ക് അറിയാമായിരുന്നു. ലോർഡ് ഇനോസ്കി വരുന്നടാ എന്നും പറഞ്ഞ് ആ ഡീമന്റെ അടുത്തോട്ട് കുതിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനോസ്കി. നമ്മൾ ഇതുവരെ കണ്ടത് ഓരോരുത്തർ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ 3 പേരും 3 ബ്രീത്തിങ് സ്റ്റൈൽസ് യൂസ് ചെയ്ത് ആ ഡീമനെ അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. അങ്ങനെ ടാൻജറോയും സെനിറ്റ്സോയും ഇനോസ്കിക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. ഇനോസ്കി താഴത്തു നിന്നും ബീസ്റ്റ് ബ്രീത്തിങ് 8 ഫോം എക്സ്പ്ലോഷർ
ഫ്ലാഷ് എന്നും പറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ഡീമന്റെ കഴുത്ത് വെട്ടാൻ. എന്നാൽ ഇതേ സമയം ആ ഡീമൺ ഇനോസ്കിയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. എന്നാൽ ഇത് കണ്ട് ടാഞ്ചറോ വാട്ടർ ബ്രീതിങ് ഡെഡ് ഫോം എന്ന് പറഞ്ഞ് ആ ഡീമണെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആ ബെൽറ്റ് എല്ലാം തന്നെ കട്ട് ചെയ്യുന്നു. പക്ഷേ വീണ്ടും ബെൽറ്റ് വരുന്നു. എന്നാൽ അപ്പുറത്ത് നിന്ന് നമ്മുടെ സെനിറ്റ്സോ തണ്ടർ ബ്രീതിങ് ഫാസ്റ്റ് ഫോം എന്നും പറഞ്ഞുകൊണ്ട് ആ ഡീമണെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ മൂന്ന് പേരുടെ ബ്രീത്തിങ് സ്റ്റൈൽ ഒരുമിച്ച് യൂസ് ചെയ്യുന്നു. ഇനോസ്കിയുടെ മേത്ത് ചെറുതായിട്ട് മുറിവൊക്കെ ആവുന്നുണ്ടെങ്കിലും അതൊന്നും വലിയ കാര്യമാക്കാതെ ഇനോസ്കി ആ ഡീമണെ അറ്റാക്ക് ചെയ്യാൻ മുൻപോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഡീമന്റെ തൊട്ടടുത്തെത്തുന്നു. തന്റെ 2 വാൾ യൂസ് ചെയ്ത് ആ ഡീമന്റെ കഴുത്ത് മരം മുറിക്കുന്നത് പോലെ മുറിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം ആ ഡീമൺ ഇവൻ എന്റെ തൊട്ടടുത്തെത്തിയല്ലോ, ഇതൊരിക്കലും നടക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ് ആ ഡീമൺ തന്റെ കൈ വെച്ച് ഇനോസ്കിയുടെ വാൾ തടുക്കുവാണ്. എന്നാൽ ആ കൈ അടക്കം നമ്മുടെ ഇനോസ്കി അങ്ങ് മുറിച്ചു കളയുന്നു. അവളുടെ തല വെട്ടുന്നു. ഇതേസമയം ടാഞ്ചർ പുറകിൽ നിന്നും നീ അങ്ങനെ അതിന്റെ തല വെട്ടുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല, ആ ഐഡിയ ഏതായാലും സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുന്നു. ഇനോസ്കി ആ തലയെടുത്ത് അവിടെ നിന്നും ഓടുവാണ്. കാരണം ഇനി ആ ഡീമന്റെ കയ്യിൽ ആ തല കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ആ തല ഉള്ള സ്ഥലത്ത് തന്നെ ആ ഡീമൻ വെക്കുമല്ലോ. അതുകൊണ്ട് തല കിട്ടാതിരിക്കാൻ തലയും പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആ ഡീമൻ ഇനോസ്കി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ ടാഞ്ചറോയും സെനിറ്റ്സോയും ആ ഡീമണെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇനി ടെൻഗനെ സഹായിക്കാൻ പോവാന്ന് പറഞ്ഞ് ടാഞ്ചറോ ടെൻഗനുള്ള സ്ഥലം നോക്കി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇനോസ്കിയുടെ പുറകിൽ നിന്നും ഒരാൾ വരുന്നത്. ഇനോസ്കിയുടെ ഹാർട്ടിനിട്ട് ഒറ്റ കുത്തങ്ങ് കൊടുക്കുന്നു. നോക്കുന്ന സമയത്ത് ടെൻഗന്റെ കൂടെ ഫൈറ്റ് ചെയ്തിരുന്ന ആ ബ്രദർ ഡീമൺ ആയിരുന്നു അത്. ഇനോസ്കി എന്നും പറഞ്ഞുകൊണ്ട് ടാഞ്ചറോ ടെൻഷനായി പുറകിൽ നിന്നും വിളിക്കുന്നു. ഇനോസ്കിയുടെ ഹാർട്ടിലൂടെ ആ കത്തി കയറി ഇറങ്ങിക്കഴിഞ്ഞു. സാധാരണ തന്നെ ആ സ്വോർഡിന്റെ ചെറിയൊരു തലപ്പ് കാട്ടിയാൽ തന്നെ അവിടെ പോയിസൺ ആവും. ഇത് അവന്റെ ഹാർട്ടിലൂടെയാണ് കയറി ഇറങ്ങിയിട്ടുള്ളത്. ഇനോസ്കി അവിടെ ബോധം കെട്ട് കിടക്കുന്നു. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ സിസ്റ്ററിന്റെ മേത്ത് കൈ വെക്കൂടാന്ന് പറഞ്ഞിട്ടാണ് ആ ഡീമൺ ഇനോസ്കിയെ കുത്തിയത്. ഇത് കണ്ട് എവിടെയാണ് ടെൻഗൻ എവിടെയാണെന്ന് പറഞ്ഞ് ടാഞ്ചർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടെൻഗൻ അതാ അവിടെ താഴെ ചോരയിൽ കുളിച്ചു കിടക്കുന്നു. ടെൻഗന്റെ ഒരു കൈ ആകെ അറ്റുപോയിട്ടുണ്ട്. ഒരു കൈയിൽ സോഡും പിടിച്ചു നിൽക്കുന്നുണ്ട്. അവിടെ കിടക്കുവാണ്. ബോധം പോയിട്ടുണ്ട്. മരിച്ചോ എന്ന് അറിയില്ല. ടെൻഗൻ യൂസി എന്ന് ടാഞ്ചറോ വിളിക്കുന്നുണ്ട്. ഒരു റെസ്പോണ്ടും തരുന്നില്ല. ഇതേ സമയം പുറകിൽ നിന്നും ഹേയ് ടാഞ്ചറോ മാറി നിൽക്കെന്നും പറഞ്ഞ് പുറകിൽ നിന്നും ഓടി വരുന്നു. സെനിറ്റ്സോ ആയിരുന്നു അത്. ടാഞ്ചറോയെ അവിടെ നിന്നും തള്ളി താഴെ ഇടുന്നു. പെട്ടെന്ന് തന്നെ ഡാക്കി തന്റെ ബ്ലഡ് ഡീമൺ ആർട്ട് യൂസ് ചെയ്ത് ആ സ്ഥലം മൊത്തമായിട്ട് അങ്ങ് ഇല്ലാണ്ടാക്കുന്നു. അതിൽ നിന്നും രക്ഷപ്പെടുത്താനായിരുന്നു സെനിറ്റ്സോ ടാഞ്ചറോയെ തള്ളി താഴെ ഇട്ടത്. ഇതെല്ലാം തന്നെ എൻ്റെ തെറ്റാണ്. എന്നെ കൊണ്ട് ആരെയും രക്ഷിക്കാൻ സാധിച്ചില്ല. ഞാനൊരു ഭീരുവാണ്. എനിക്ക് തീരെ കഴിവില്ല. ഞാനൊരു കഴിവില്ലാത്തവനാണ്. ഇല്ല, ഞാൻ ഫസ്റ്റ് തന്നെ ടെൻഗനെ ഒറ്റയ്ക്കാക്കി വരാൻ പാടില്ലായിരുന്നു. ടെൻഗൻ്റെ കൂടെ തന്നെ ഇരുന്ന് ഫൈറ്റ് ചെയ്യണമായിരുന്നു. എന്നോട് ക്ഷമിക്ക് സെനിറ്റ്സോ, എന്നോട് ക്ഷമിക്ക് ഇനോസ്കി. ഞാനൊരു ഭീരുവാണ്. എന്നോട് ക്ഷമിക്ക് നിസുക്കോ എന്നും പറഞ്ഞുകൊണ്ട് ടാഞ്ചറോ താഴോട്ട് വീഴുന്നു. അങ്ങനെ ഒരു സീൻ കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടും ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതിലേക്കും ബൈ.